പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അനാമികയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അനാമിക പാലിൽ വിഷം ചേർത്ത കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ അറിയുന്നുണ്ട്. കാര്യം വെച്ചാൽ മുത്തശ്ശി അനാമികയ്ക്ക് സ്വർണ്ണം എല്ലാം കൊടുക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ടല്ലോ. ആ ടൈമിലാണ് നമ്മൾ അനി വന്ന് എല്ലാ സത്യങ്ങളും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ ദേവയാനി അടുത്തും ആദർശിൻ്റെ അടുത്തൊക്കെ എല്ലായിടത്തും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ എടുത്ത് വളർത്തിയ ഒരുത്തിയും അവളെ മോനും മാത്രമാണ് കൊലയാളികളുടെ മനസ്സായിട്ട് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അവരെ കൂടെ എന്തായാലും ഇപ്പോൾ ഇനി അനാമികയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്നുള്ള കാര്യം ഒന്നും അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ നയനയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മോളെ നിനക്ക് പാലിൽ വിഷം കലർത്തിയത് ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നയന പറയും, മുത്തശ്ശി ഞാൻ കണ്ടതല്ല, അവൾ അച്ഛൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ യാദർച്ഛികമായിട്ട് കേട്ടതാ. അങ്ങനെ ഞാൻ അവളെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൾ എല്ലാ സത്യങ്ങളും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ സംസാരിക്കുന്നതാണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ദേവയാനിയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ ഒരു ദിവസം എന്നെ അനാമികയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടില്ലേ. അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. പക്ഷേ അവരെന്നെ കണ്ടതൊന്നും ഇല്ല. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മൂത്ത മരുമോളെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തി ഇനി എന്തായാലും ഈ തറവാട്ടിലേക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ജലജയാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. പക്ഷേ നമ്മളെ മുത്തശ്ശൻ പറഞ്ഞായിരുന്നല്ലോ, എന്തായാലും കൊലയാളിയുടെ മനസ്സുള്ളത് ജലജയ്ക്കും അവളെ മോനിക്കാണെന്നൊക്കെ പറഞ്ഞത് നമ്മളെ ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അനി എന്തായാലും ഈ കാര്യം പറഞ്ഞത് എന്തായാലും മുത്തശ്ശി അനാമികയ്ക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണല്ലോ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലാതെ നിങ്ങളാരും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പം പുറത്തുള്ളവരടുത്ത് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള ഞങ്ങളെയൊക്കെ അറിയിപ്പിക്കേണ്ടതെന്ന് ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പറയും. മുത്തശ്ശൻ ജയനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നീ എൻ്റെ മൂത്ത മോനായിട്ട് നീ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ ജയൻ പറയുന്നുണ്ട്, അതച്ഛാ പിന്നെ ഇനി കുടുംബത്തിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം അങ്ങനെ അച്ഛനിൽ നിന്ന് മറച്ച് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശ പിന്നെ അനാമിക അമ്മയെ ഉദ്ദേശിച്ചിട്ടല്ല പാലിൽ വിഷം ചേർത്തത്, ചേച്ചിയെ ഉദ്ദേശിച്ചിട്ടാണ് പാലിൽ വിഷം കലർത്തിയത്. കുഞ്ഞിനെ കളയാൻ വേണ്ടിയൊക്കെ ചേച്ചിയെ ഉദ്ദേശിച്ചാണ് ചെയ്തതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അന്ന് പിന്നെ ദേവയാനിക്കാണെങ്കിൽ ക്ഷീണമൊക്കെ ഉള്ളത് കാരണം പിന്നെ ജയനാണ് പാലെടുത്തുകൊണ്ട് കൊടുത്തത്. അങ്ങനെ അമ്മയാണ് അത് കുടിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ ജലജയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ജാനകിയെ ചെന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത കാര്യമൊക്കെ. അപ്പോഴത്തേക്ക് ജാനകിയാണെങ്കിൽ വിശ്വസിക്കത്തില്ലല്ലോ. അനാമികയും അമ്മയും കൂടെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജാനകി വിശ്വസിക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മളെ നവ്യ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നവ്യയെടുത്തും ഇങ്ങനെ ജലജയാണെങ്കിൽ കാര്യം പറയുമ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, അതാണല്ലോ സത്യം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അത് പറയുമ്പോഴത്തേക്ക് നമ്മളെ ജാനകിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ജാനകി പറയുന്നുണ്ട്, എന്തായാലും നീയും സൂക്ഷിച്ചോ. കാര്യം വെച്ചാൽ ഇപ്പം ആദർശ് ചെയ്ത തെറ്റ് അഭിയെ ആണ് ചെയ്തതെന്ന് പറയാൻ അവർ മടിക്കത്തില്ല. എന്തായാലും അവർ പറഞ്ഞ കാര്യമാണല്ലോ. എന്തായാലും ആദർശിൻ്റെ ചായയല്ല അഭിയുടെ ചായയാണ് ആ കൊച്ചിനെന്നൊക്കെയല്ലേ അവർ പറഞ്ഞൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യവും കാര്യവും ഉള്ളത്. അല്ലാതെ അനാമിക ചെയ്ത തെറ്റെന്തായാലും തെറ്റല്ലെന്ന് എന്തായാലും പറയാൻ എന്തായാലും പറ്റത്തില്ലല്ലോ എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇതും പറഞ്ഞിട്ട് നമ്മൾ ആ നവ്യ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടന് ചെയ്ത തെറ്റെന്തായാലും അഭിയുടെ പേർക്ക് കൊണ്ടുവരുവാണെങ്കിൽ അന്നേരം എനിക്ക് സംസാരിക്കാൻ അറിയാം. അല്ലാതെ അനാമിക ചെയ്ത തെറ്റിന് എന്തായാലും അവളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യ അങ്ങ് പോകുക കേട്ടോ. അപ്പോഴത്തേക്ക് ജലജ ജാനകി അടുത്ത് പറയുന്നുണ്ട്, ഇനി ചേട്ടത്തി അനിയത്തിയെ സ്വാധീനിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നെ രണ്ടിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഓന്തിൻ്റെ നിറവാണ് രണ്ടിനെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ജാനകി പറയുന്നുണ്ട്, എന്തായാലും പിന്നെ അനാമിക മോളും അവളെ അമ്മയുമാണ് ഈ പാലിൽ വിഷം കലർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ എൻ്റെ മരുമോളെ ഇവിടുന്ന് പറഞ്ഞയക്കാനൊന്നും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാനകിയും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അനാമികയും കുടുംബത്തിനെയൊക്കെ വെയിറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജാനകിയും ജലജയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്തും മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ജാനകി വന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മരുമകളെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോരുത്തർ ഓരോ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, ദേവയാനി എന്തായാലും വന്ന് ഹോസ്പിറ്റലിലായത് പാല് കുടിച്ചിട്ടാണ്. അപ്പം ആ പാലിനകത്ത് എന്തായാലും വിഷം കലർത്തിയിട്ടുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ദേവയാനി ഹോസ്പിറ്റലിലായതെന്നൊക്കെ. അപ്പം നമ്മൾ നയനമോളാണെങ്കിൽ അവളെ ചേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ച പാലാണ്. അതിനകത്ത് എന്തായാലും നയനമോൾ എന്തായാലും വിഷം ചേർക്കത്തില്ലല്ലോ. അപ്പം പിന്നെ പാലിനകത്ത് വിഷം ചേർത്തത് ആരാന്ന് ചോദിക്കും. അപ്പം ജാനകി അടുത്ത് ചോദിക്കും, നീയാണോ എന്ന് ചോദിക്കും. ജലജയടുത്തും ചോദിക്കും കേട്ടോ. മാറി മാറി മുത്തശ്ശൻ നിങ്ങൾ ആരെങ്കിലും ആണോ അപ്പോൾ പാലിൽ വിഷം കലർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, "എന്തായാലും ഞങ്ങളടുത്ത് ഈ കാര്യം ഇവരാരും അല്ല പറഞ്ഞത്. നിൻ്റെ മോൻ തന്നാ പറഞ്ഞത്. അതിപ്പോൾ ഞങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല. അനാമിക ഇങ്ങോട്ട് വരുന്നത് കൊണ്ടും മാത്രമല്ല അവൾക്ക് കുറേ സ്വർണ്ണങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നെന്ന് പറയുന്നത് കൊണ്ടാന്ന് പറയും." ജലജ പറയുന്നുണ്ട്, "എന്തായാലും നയനയല്ലേ ആ പാല് കാച്ചി വെച്ചത്. അവൾ ചേച്ചിക്ക് കൊടുക്കാനെന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ജയൻ പറയുന്നുണ്ട്, "അത് പിന്നെ പാലന്ന് ദേവയാനി എടുത്ത് കുടിക്കാൻ പറഞ്ഞത് ഞാനാണ്. ദേവയാനിക്കാണെങ്കിൽ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാനാ ദേവയാനിക്ക് ആ പാലെടുത്തുകൊണ്ട് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മളെ വേണുവും രേവതിയും അനാമികയോടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നല്ല സന്തോഷത്തോടെ വരുന്നത്. അപ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട്, അതാ വന്നിട്ടുണ്ടല്ലോ ഭയങ്കര സന്തോഷത്തോടെ സ്വർണം മേടിച്ച് എടുക്കാനൊക്കെ ഉള്ള സന്തോഷത്തോടാണ് മൂന്നരും കൂടെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ജാനകി ചോദിക്കുന്നുണ്ട്, അവർക്കറിയാവോ സ്വർണം കൊടുക്കുന്ന കാര്യമെന്നൊക്കെ. അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട്, അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് അറിയാം സ്വർണം കൊടുത്തേ അവരെ സ്വീകരിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വേണു ഭയങ്കര സന്തോഷമായിട്ട് വന്ന് നമ്മളെ മുത്തശ്ശൻ്റെ അടുത്ത് നമസ്കാരം സാറെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണുവാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ച് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ മോളെ വിളിക്കാൻ വരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ആ മുത്തശ്ശനും പിന്നെ അമ്മയും കൂടെ വരുന്നെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നാണം കെട്ടിട്ടായാലും ഞങ്ങൾ മോളെ ഇവിടെ കൊണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ രേവതി ആണെങ്കിൽ പറയുന്നുണ്ട്, മോൾക്കൊട്ടും വരാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടൊക്കെയാണ് മോള് വന്നതെന്ന് പറയും. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് നിർബന്ധിച്ചിട്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വേണു ചോദിക്കുന്നുണ്ട്, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്, സാറ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾ മോൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഓരോ സത്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ വേണുവിനാണെങ്കിലും അനാമികയ്ക്കാണെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ ടൈമിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മോൾക്ക് വേണ്ടി ഒരു കണ്ണായ സ്ഥലത്ത് 10 സെൻറ്റ് വസ്തുവൊക്കെ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട് വയ്ക്കാനൊക്കെ, അതൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആ സ്ഥലത്ത് നാളെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങാം, അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മുടക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ള പ്രമാണവും കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേണുവിൻ്റെ അടുത്ത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേണുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. കാര്യം വെച്ചാൽ നമുക്ക് അവിടെ അതിൻ്റെ പ്രമാണമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കാര്യം വെച്ചാൽ കയ്യിൽ അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ വേണു പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ പിന്നെ അമേരിക്കക്കാരനിക്ക് കാശ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യ്, അവരുടെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ അവരെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ഇതെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളത്തരങ്ങളൊക്കെ പറയുന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ദേവയാനി കുടിച്ച പാലിനകത്ത് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ വിഷം കലർത്തിയെന്ന് പറഞ്ഞാലും എന്തായാലും അത് അവർ ഒരിക്കലും സമ്മതിക്കാൻ പോകത്തില്ല, അവരത് നിഷേധിക്കത്തതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വേണുവിനും പിന്നെ അനാമികയൊക്കെ ആണെങ്കിൽ ഞെട്ടിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള ഇതൊരു സത്യം എന്തായാലും ഇവർക്കും മനസ്സിലായി. അപ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട്, അതിവിടെ നിന്ന് എന്നെ പുറത്താക്കാൻ വേണ്ടി ഇവിടെ പലരും പല കാര്യങ്ങളൊക്കെ പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ മൂത്ത ചെറുമോനാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേണു ആണെങ്കിൽ അനാമികയുടെ നമ്മൾ അനിയുടെ കാര്യമാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ ഇപ്പോഴും നന്ദുവിൻ്റെ പിറകെയല്ലേ നടക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവരങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വേണുവാണെങ്കിൽ പറയുന്നുണ്ട്, പിന്നെ അനിയും നന്ദുവായിട്ടുള്ള ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ മോൾക്ക് അയച്ചു കൊടുത്തത് ഞാനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ കൊച്ചുമോനിക്ക് എന്തായാലും നിൻ്റെ മോളെ വേണ്ട, എന്തായാലും നിൻ്റെ മോളെ നീ വിളിച്ചോണ്ട് ഇവിടുന്ന് പോകാനൊക്കെ മുത്തശ്ശനൊക്കെ ദേഷിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ മോളെ വിളിച്ചോണ്ട് പോടാന്നൊക്കെ ദേഷിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അനാമികയാണെങ്കിലൊക്കെ ദേഷിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവരെ. വേണു പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ഞാൻ കുറച്ച് കടത്തിലൊക്കെ മുങ്ങിയൊക്കെ നിൽക്കുന്ന ഒരാൾ തന്നെ, അതിനിപ്പം ഞാനത് നിഷേധിക്കുന്നില്ല, ഞാനെന്തായാലും അത് സത്യം ഞാൻ പറയും. പക്ഷേ അനന്തപുരിക്കാർ ഭയങ്കര നേർവഴിയിൽ നടക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് വളഞ്ഞ വഴിയിലൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കുറച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അജയൻ പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയും മോളെയും നേർവഴിയിൽ നടത്താൻ അറിയാത്ത നീയാണോടെ ഈ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവനെയൊക്കെ അടിച്ചിറക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജയൻ പറയുന്നുണ്ട്, വേണ്ട, എന്തായാലും നമ്മൾ പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അവരവരെ കാര്യം നോക്കി പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളെ ദേവയാനി അനാമികയ്ക്ക് ഒരു നെക്ലസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഇവർക്ക് വേണ്ടി കടം വീടാനൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇനി അനാമിക കണക്ക് ഒരുത്തി എന്തായാലും ഇവിടെ വേണ്ട, ഈ വീട്ടിൻ്റെ ഗേറ്റ് കടന്നു പോലും ഇനി ഇവളെ പോലെ ഒരുത്തികൾ ഇവിടെ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വേണുവാണെങ്കിലും മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പിന്നെ രേവതി അടുത്ത് പറയുന്നുണ്ട്, ഇവനെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോടി എന്നൊക്കെ. അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് മുത്തശ്ശി പറയുന്നത് ഇവനെ വിളിച്ചുകൊണ്ട് പോടി എന്നൊക്കെ. അങ്ങനെ നമ്മൾ രേവതിയാണെങ്കിൽ പിന്നെ പറയുന്നുണ്ട്, വേണോട്ടാ വാ നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ
അനാമികയാണെങ്കിൽ നമ്മളെ നയനയൊക്കെ ആണെങ്കിൽ ദേഷ്യം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയനയും തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ ആരെയാടി ദേഷ്യം നോക്കുന്നത്, ഇറങ്ങി പോടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ അനിയും ദേഷ്യത്തൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ ഇവിടെ വന്ന് നിങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പുറപ്പെടേണ്ടെന്നൊക്കെ വിളിച്ച് പറയാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ അവർക്കുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ അനി കൈകൂമ്പിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ അനാമികയെ ഒഴിവാക്കി കൊടുത്തതിനുള്ള സന്തോഷമായിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരോരോ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ അങ്ങ് മുകളിലോട്ട് കയറി പോകുമ്പം അനിയുടെ പിറക്കെയാണെങ്കിൽ നമ്മളെ ജലജയും ജാനകിയും കൂടെ കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിയടുത്ത് പറയുന്നുണ്ട്, നീ അങ്ങ് ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ടടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ സന്തോഷിച്ചിട്ട് അനാമിക മോളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ മറ്റേ നന്ദുവിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് നീ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ കെട്ടിത്തൂങ്ങി നിന്ന് ആടുന്നതായിരിക്കും നീ കാണുന്നതെന്ന് പറയും. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട്, ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നില്ല, നന്ദുവിനെയെന്നല്ല വേറൊരാളെയും ഞാൻ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പം ജാനകി പറയും, നീ പോയി വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി അനാമിക മോളെ വിളിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.